വി.എസ്. അച്യുതാനന്ദനും എം.എ. ബേബിക്കുമെതിരെ CPIM കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനം. വി.എസ്. അച്യുതാനന്ദൻ മുതിർന്ന നേതാവിന് ചേർന്ന പ്രവർത്തനമല്ല കാഴ്ചവെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം നിയമസഭയിൽ ഹാജരാവാത്ത എം.എ. ബേബിയുടെ നിലപാട് ബാലിശമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. കെ മാണിയെ പാർട്ടി പ്ലീനത്തിൽ ക്ഷണിച്ചത് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ എം.എ. ബേബിക്ക് വേണ്ടി ജില്ലയിൽ പോസ്റ്ററുകൾ പതിക്കുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തത് ആർക്കു വേണ്ടിയായിരുന്നു? ജില്ലാ കമ്മിറ്റിക്ക് പോലും അറിയാതെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രചരിച്ചത് RSPയെ ചൊടിപ്പിച്ചെന്നും ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനമായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ബേബി നിയമസഭയിൽ പങ്കെടുക്കാത്തത് ബാലിശമായി പോയെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പതിവ് പോലെ വി.എസ്. അച്യുതാനന്ദനെതിരെയും പൊതുചർച്ചയിൽ വിമർശനമായിരുന്നു. നെയ്യാറ്റിൻകര വോട്ടെടുപ്പിന്റെ അന്ന് തന്നെ വി.എസ്. ടി.പി. ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയത് ശരിയായില്ല. മുതിർന്ന നേതാവിന് ചേരുന്ന പ്രവർത്തനമല്ല വി.എസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പാലക്കാട് നടന്ന പാർട്ടി പ്ലീനത്തിൽ കെ മാണിയെ ക്ഷണിച്ചത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ബിജു രമേശ് ബാർക്കോഴ ആരോപണത്തിൽ ഉറച്ചുനിന്നെങ്കിലും പാർട്ടിക്ക് അതിന് കഴിഞ്ഞില്ല. ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുകയാണ്. സോളാർ സമരം അവസാനിപ്പിച്ചതിന്റെ സാഹചര്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനായില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അമൃതാനന്ദമയ്ക്കെതിരെ കൈരളി ചാനൽ വാർത്ത വന്നത് തിരിച്ചടിയായെന്നും വിമർശനമുയർന്നു. പ്രവർത്തന റിപ്പോർട്ടിൽ മേലുള്ള പൊതുചർച്ച ഇന്നും തുടരും. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.